വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയെങ്കിലും റവന്യൂ രേഖകൾ തിരികെ കിട്ടും വരെ സമരം ശക്തമായി തുടരും എന്ന് പ്രഖ്യാപിക്കുകയാണ് മുനമ്പം സമരസമിതി. നിരാഹാര സമരം ഉൾപ്പെടെ തുടരുമെന്നും സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി പറഞ്ഞു. കേന്ദ്ര നിയമം നടപ്പായി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. 24 എക്സ്ക്ലൂസീവ്. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. ഈ പാർലമെന്റിലുണ്ടാക്കുന്ന നിയമം നടപ്പിലാക്കി തരേണ്ടത് എക്സിക്യൂട്ടീവാണ്. കേരളത്തിലെ എക്സിക്യൂട്ടീവ് മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ ജിയോ പുറപ്പെടുവിച്ച് രേഖകൾ പരിശോധിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്നും ഇത് എടുത്തു മാറ്റി തരണം. എസ് ശ്യാംകുമാർ ഈ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാംകുമാർ, ഈ വഖഫ് പാർലമെന്റിൽ പാസ്സായ വഖഫ് ഭേദഗതിയും ഈ മുനമ്പത്തൊരു പ്രശ്നപരിഹാരമാവില്ല എന്ന് ചില നിയമവിദഗ്ധർ അതിൻ്റെ കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞ 2.1 പ്രൊവിഷൻ അടക്കം അതിൻ്റെ ലൂപ്പ് ഹോൾസ്, അതിൻ്റെ പഴുതുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കോടതിയിലുള്ള വിഷയമാണ്. കോടതി ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധികാരം വരെ അല്ലെങ്കിൽ റദ്ദാക്കുന്നവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് സർക്കാരിന് ഉത്തരവിറക്കാൻ കഴിയും എന്ന് തന്നെയാണോ മുനമ്പം സമരസമിതി വിശ്വസിക്കുന്നത്? ശ്യാം, ഹാഷ്മി, ഇക്കാര്യത്തിൽ മുനമ്പം സമരസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം സമരം തുടരുമെന്നുള്ളത് തന്നെയാണ്. അതിനവർ കാരണമായി പറയുന്നത് പാർലമെന്റ് നിലവിൽ പാസാക്കിയ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കി കഴിഞ്ഞാൽ അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുകയും ആ മുനമ്പത്തെ പ്രശ്നബാധിതരായ ആളുകൾക്ക് റവന്യൂ രേഖകൾ ലഭിക്കുകയും വേണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവർ 174 ദിവസമായി ഉന്നയിക്കുന്ന ആവശ്യം അതാണ്. ഏതായാലും ആ രേഖകൾ കിട്ടുന്നതുവരെ സമരം തുടരും. അതിനുവേണ്ടി സമരം ശക്തമാക്കും എന്ന് പറയുന്നു. നിരാഹാര സമരം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ സമരം അവസാനിപ്പിക്കാൻ യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം തങ്ങളുടെ ആവശ്യം അവിടുത്തെ ഭൂരേഖകൾ കിട്ടുക, ഒരു പേടിയുമില്ലാതെ ഭൂരേഖകൾ മുനമ്പത്തെ ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ തീരുമാനമാകുന്നവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. മറ്റുള്ള വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി മുനമ്പം സമരസമിതി കൺവീനർ ബെന്നി 24നോട് പറഞ്ഞത്. ശരി, എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അപ്പോൾ സങ്കീർണമായ ആ പ്രവർത്തനം, അവരുടെ കയ്യിൽ റവന്യൂ രേഖകൾ കിട്ടുന്നതുവരെ സമരം തുടരും.